ഓവർഫ്ലൈറ്റ് ഫീസ് അല്ലെങ്കിൽ എയർ സ്പേസ് ഫീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ ലാൻഡ് ചെയ്യാതെ പറക്കാനുള്ള പ്രത്യേക അവകാശത്തിന് വിമാന കമ്പനികളിൽ നിന്ന് ആ രാജ്യം ഈടാക്കുന്ന ഒരു ചാർജാണിത്. എയർ ട്രാഫിക് കൺട്രോൾ സേവനങ്ങൾ, അടിസ്ഥാന സൗകര്യ പരിപാലനം, മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവ വഹിക്കാൻ ഈ ഫീസുകൾ സഹായിക്കുന്നു. അതായത് മറ്റൊരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ വിമാന കമ്പനികൾ സാധാരണയായി നൽകുന്ന ഒരു തുകയാണിത്. ഇനി കാര്യം ഇതാണ്: ഇന്ത്യയെ പണിയാൻ ശ്രമിച്ചെങ്കിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനിനാണ്. അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചല്ലോ. വർദ്ധിച്ചു വരുന്ന നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിൽ പ്രഖ്യാപിച്ച ഈ നിയന്ത്രണങ്ങൾ ഇന്ത്യൻ വിമാന കമ്പനികൾ ആഴ്ചയിൽ നടത്തുന്ന 800-ലധികം അന്താരാഷ്ട്ര വിമാനങ്ങളെയും ബാധിക്കും. പക്ഷേ പാകിസ്ഥാന് ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമുണ്ടാക്കുമെന്നുള്ളതാണ് കാര്യം. രണ്ട് ആണവായുധ രാജ്യങ്ങളും കഴിഞ്ഞ ആഴ്ച മുതൽ പരസ്പരം നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ സംഘർഷങ്ങളും തുടരുകയാണ്. മറ്റൊരു രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ വിമാന കമ്പനികൾ സാധാരണയായി നിരവധി ഫീസുകൾ അടയ്ക്കാറുണ്ട്. എല്ലാ വിമാനങ്ങൾക്കും ഓവർഫ്ലൈറ്റ് നാവിഗേഷൻ ഫീസുകളും രാജ്യത്തിറങ്ങുന്ന വിമാനങ്ങളിൽ നിന്നുള്ള ടെർമിനൽ നാവിഗേഷൻ, ലാൻഡിംഗ്, പാർക്കിംഗ് ചാർജുകളും ഇതിൽ ഉൾപ്പെടുന്നു. പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങളൊന്നും ഇല്ല എങ്കിലും പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെ പ്രതിദിനം കടന്നു പോകുന്ന 100ഓളം വിമാനങ്ങൾ നമുക്കുണ്ട്. നിരോധനം ഏർപ്പെടുത്തുന്നതുവരെ എല്ലാ ആഴ്ചയും 800-ലധികം അന്താരാഷ്ട്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെ കടന്നു പോകുന്നുമുണ്ടായിരുന്നു. ബോയിങ് 737 പാകിസ്ഥാൻ ഏകദേശം $580 ഓവർഫ്ലൈറ്റ് ഫീസായിട്ട് ഈടാക്കിയിരുന്നത്. ഇന്ത്യൻ എയർലൈനുകൾ നടത്തുന്ന പ്രധാന അന്താരാഷ്ട്ര വിമാന കമ്പനികളിൽ ഏറ്റവും ചെറുതാണിത്. പരമാവധി ടേക്ക് ഓഫ് ഭാരവും വലിയ വിമാനങ്ങൾ പറക്കുന്ന ദൂരവും കണക്കിലെടുത്ത് നിരക്കുകൾ മാറുന്നു. ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് അടുത്തിടെ ഏർപ്പെടുത്തിയ വിലക്കോടെ പ്രതിദിനം കുറഞ്ഞത് $58,000 നഷ്ടത്തിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുകയാണ്. ബോയിങ് 737 പരമാവധി ടേക്ക് ഓഫ് ഭാരത്തിന്റെ ഏകദേശം 2.5 മുതൽ 3 മടങ്ങ് വരെയുള്ള ബോയിങ് 777 ഉൾപ്പെടെ നിരവധി വലിയ വിമാനങ്ങൾ ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. വിമാന ഭാരത്തിന് പ്രപ്പോർഷണലായി ഓവർഫ്ലൈറ്റ് ഫീസ് കണക്കാക്കുമ്പോൾ ഇതൊരു വിമാനത്തിന് $1,200 മുതൽ $1,700 വരെ ഫീസ് നൽകേണ്ടി വരുമെന്നാണ് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ എയർലൈനുകൾ നടത്തുന്ന നിലവിലെ അന്താരാഷ്ട്ര ഫ്ലൈറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ ഏകദേശം $1,20,000 നഷ്ടം നേരിടുന്നു എന്നാണ്. ഏകദേശം 1 കോടിയോളം രൂപ വരും ഇത്. 2019 പുൽവാമ അറ്റാക്കിനെ തുടർന്ന് 5 മാസത്തേക്ക് വ്യോമാതിർത്തി അടച്ചപ്പോൾ പാകിസ്ഥാൻ ഏകദേശം $100 മില്യൺ നഷ്ടമുണ്ടായതാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ 840 കോടിയിലധികമാണിത്. ഈ കാലയളവിൽ പ്രതിദിനം 400ഓളം വിമാനങ്ങളെ ബാധിച്ചതായും പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്കും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനും കനത്ത നഷ്ടം സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇനി ഇപ്പോഴത്തെ കാര്യം: ഇന്ത്യൻ വ്യോമാതിർത്തി ഒഴിവാക്കാൻ ഇസ്ലാമാബാദ് ഈ ആഴ്ച തങ്ങളുടെ വിമാനങ്ങൾ വഴിതിരിച്ചു വിടാൻ തുടങ്ങിയിട്ടുണ്ട്. പകരം ചൈനയ്ക്ക് മുകളിലൂടെയുള്ള അല്പം ദൈർഘ്യമേറിയ റൂട്ടുകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ധനം കത്തിച്ചതിന്റെ ചിലവും അതുപോലെ തന്നെ ജീവനക്കാരുടെയും വിമാന സ്കെഡ്യൂളിംഗിന്റെയും സങ്കീർണതകളും ഇതൊക്കെ കാരണം തന്നെ സാമ്പത്തിക നഷ്ടം എത്രത്തോളം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേസമയം വ്യോമാതിർത്തി അടച്ചിടലിന്റെ പ്രത്യാഘാതങ്ങൾ നന്നായി മനസ്സിലാക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ആഭ്യന്തര വിമാന കമ്പനികളുമായി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യൻ വിമാന കമ്പനികൾ നടത്തുന്ന ആഴ്ചയിൽ 800-ലധികം വരുന്ന അന്താരാഷ്ട്ര വിമാനങ്ങളെ പാക് വ്യോമാതിർത്തി അടച്ചതോടെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്ന ചില അൾട്രാ ലോങ് ഹോൾ വിമാനങ്ങൾ ഇപ്പോൾ ഇന്ധനം നിറയ്ക്കുന്നതിനോ ക്രൂ മാറ്റത്തിനോ വേണ്ടി യൂറോപ്യൻ വിമാനത്താവളങ്ങളിൽ സാങ്കേതികമായി നിർത്തുന്നതായിട്ടാണ് ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. ഇന്ധന ചെലവ് വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ വിമാന സർവീസുകൾ വഴിതിരിച്ചുവിടുന്നതിനാലും കൂടുതൽ സമയം പറക്കുന്നതും ഒഴിച്ചാൽ ഇന്ത്യക്ക് ചില അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തി കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദൈർഘ്യമേറിയ വിമാന സർവീസുകൾ കാരണം ഇന്ത്യൻ വിമാന കമ്പനികൾ ഇന്ധന ചെലവിൽ 15 മുതൽ 30% വരെ വർധനവ് നേരിടുമ്പോൾ അമിത ഓവർഫ്ലൈറ്റ് നിരക്കുകൾ മൂലം പാകിസ്ഥാന് ദശലക്ഷക്കണക്കിന് നഷ്ടമാണ് സംഭവിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമയാന വരുമാനത്തിൽ നേരിട്ടുള്ള ആഘാതം തന്നെയാണ് ഏറ്റിരിക്കുന്നത്.